വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ പ്ലാൻ ആക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അത്താഴത്തിന് നീറ്റ് ഫുഡൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരമൊക്കെ കിടക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വല്ലാണ്ടൊന്നും കിടക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഇപ്പം മക്കൾക്കൊക്കെ എക്സാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ. അപ്പോൾ സെയ്യൂന് ഇന്ന് തുടങ്ങുകയാണ് എക്സാം. ഇന്ന് എന്ന് പറയുന്നത് March 7th ആണ് കേട്ടോ. എന്നാൽ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിപ്പോയതാണ്. സെയ്യൂന് 2:30 വരെയാണ് കേട്ടോ ക്ലാസ് ഉള്ളത്. പക്ഷെ എന്നാലും ലഞ്ചും സ്നാക്കും ഒക്കെ കൊണ്ടുപോകണം. മോന് പിന്നെ ലഞ്ചിന് ചോറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നല്ല ഇഷ്ടമല്ല കൊണ്ടുപോകാൻ. അപ്പോൾ സാധാരണ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അത് തന്നെയാണ് ഓന് കൊണ്ടുപോകൽ കേട്ടോ. ഇന്ന് ഞാൻ അപ്പാക്കാന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഞങ്ങളെവിടേക്ക് ഇതിന് ഷീയപ്പം എന്നാണ് പറയൽ. നമ്മൾ അരിപ്പൊടി കലക്കിയിട്ടുള്ള അപ്പത്തിന് അത് ചുടുമ്പോൾ കണ്ടോ ഇതേപോലൊരു സൗണ്ട് ഉണ്ടാവും, എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഷീയപ്പം എന്ന് പറയുന്നത് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. നിങ്ങളവിടേക്ക് എന്താ അതിന് പറയൽ? ചില സ്ഥലത്ത് കലക്കി പറഞ്ഞ അപ്പം അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളവിടേക്ക് എന്താ പറയലെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സാധാരണ എനിക്ക് ഈ അപ്പം നമ്മൾ തലേന്ന് രാത്രി പച്ചരി വെള്ളത്തിലിട്ട് പിറ്റേന്ന് അരച്ച് ഉണ്ടാക്കണ അതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഇന്നലെ രാത്രി വെള്ളത്തിലിടാനൊക്കെ മറന്നു പോയിട്ടോ, നോമ്പായതുകൊണ്ട് അതൊക്കെ നമ്മൾക്ക് ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുമല്ലോ. പിന്നെ അത്താഴത്തിന് നീറ്റപ്പോഴാണ് ഓർത്തത് ഇന്നിപ്പോൾ സ്കൂളുണ്ടല്ലോ എന്നുള്ളതൊക്കെ. അപ്പം പിന്നെ ഇതിങ്ങനെ ആകുമ്പോൾ പിന്നെ സുഖമാണല്ലോ, അരിപ്പൊടി എടുത്ത് കലക്കി പോരുമ്പോൾ അപ്പം സുഖമാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ആക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ അതിലേക്ക് കറിയൊന്നും അവന് വേണമെന്നൊന്നുമില്ല, അവനിങ്ങനെ പൊട്ടാറ്റോ ഫ്രൈ ആക്കി കൊടുത്താൽ അതാണ് ഇഷ്ടം. അപ്പം നമുക്ക് സുഖമാണ്. എന്നാൽ പിന്നെ രാവിലെ അത് കഴിച്ച് പോവുകയും ചെയ്യും, ഉച്ചയ്ക്ക് കൊണ്ടുപോകാനും അത് മതി. അപ്പം അങ്ങനെ ആക്കാൻ വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടിക്ക് നിന്നു കേട്ടോ. സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു, ഓനെ വിളിക്കാനും പോകണം അതിൻ്റെ ഇടയിൽ കൂടെ. ഇന്ന് പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് ഓൻ്റെ വാൻ 9 മണിക്ക് വരും കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പിന്നെ 9:20 അങ്ങനെയൊക്കെ ആവും. ഇന്ന് ഫ്രൈഡേ ആകുമ്പോൾ കുറച്ച് നേരത്തെ വരുമല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ പണികളൊക്കെ ഞാൻ ഫാസ്റ്റ് ആക്കിട്ടോ. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല, നല്ലോണം നേരം വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പോയി ഞാൻ പൊട്ടാറ്റോ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടോ. വേഗം ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി. പിന്നെ സ്നാക്കായിട്ട് ഇന്ന് മാങ്കോയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. മാങ്കോന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ മാങ്കോനെ ആക്കാമെന്ന് വിചാരിച്ച് വേഗം മാങ്കോ ഒക്കെ കട്ടാക്കി അതും സെറ്റാക്കി വെച്ച്. പിന്നെ പോയിട്ട് വേണം ഓനെ വിളിക്കാൻ. ഓനെ ഉറക്കത്തുനിന്ന് വിളിക്കാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. എത്ര വിളിച്ചാലും എണീക്കൂല. നിങ്ങളൊക്കെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണോ? രാവിലെ സ്കൂളുണ്ട് മദ്രസ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, രാത്രി നേരത്തെ ഉറങ്ങാൻ പറഞ്ഞാൽ നേരത്തെ ഉറങ്ങുമില്ല. അങ്ങനെയൊക്കെയാണ് ഓൻ്റെ ഒരു കഥ. ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ പിന്നെ എൻ്റെ കാക്കും വിളിക്കുന്നുണ്ട് കേട്ടോ. കാക്കുവിന് ഇപ്പോൾ അത്താഴത്തിന് എണീക്കുന്ന ടൈമാണ്. അപ്പോൾ അത്താഴത്തിന് എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് കിടക്കുകയാണ്. കുറച്ച് നേരം കാക്കുവിനോട് വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ കൂടി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി യൂണിഫോമൊക്കെ അയൺ ചെയ്ത്, യൂണിഫോമൊന്നും അയൺ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം യൂണിഫോം അയൺ ചെയ്ത് വെച്ച് പിന്നെ എന്നിട്ട് വേണം ഓനെ വിളിക്കാനെന്ന് വിചാരിച്ചിട്ട്. ഇപ്പം തന്നെ 8:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. 9 മണിക്കാണെങ്കിൽ ഓൻ്റെ വാനും വരും. ഞാൻ വേഗം പോയി ഓടിപ്പോയി ഓനെ കുത്തിപ്പൊക്കി എണീപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേഗം ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സാധാരണ ഓൻ തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യൽ. പക്ഷെ ഓൻ ഒറ്റയ്ക്കാക്കി കഴിഞ്ഞാൽ അരമണിക്കൂർ എന്നുള്ളത് ഓൻ 1.5 മണിക്കൂർ ലാഗ് എടുപ്പിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ വേഗം പോയി ചെയ്ത് കൊടുത്താണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം ഫുഡൊക്കെ വാരി കൊടുത്ത്. കണ്ടോ, ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. അതിന് കുറേ സമയം ഉറങ്ങി ശീലമായിരുന്നല്ലോ, അപ്പോൾ കുറച്ച് ദിവസം സ്കൂൾക്കൊന്നും പോകാത്തതുകൊണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഇന്ന് വാന് ലേറ്റാണ്. എൻ്റെ കുട്ടിക്ക് ലാസ്റ്റ് മിനിറ്റിലാണ് കേട്ടോ ബേജാറൊക്കെ തുടങ്ങുക. അപ്പോൾ പിന്നെ ഓന് ചൂടൊക്കെ തുടങ്ങും വേഗം. പിന്നെ എൻ്റെ വാന് പോകുന്നൊക്കെ ഉള്ള ബേജാറൊക്കെ അതുവരെ തണുത്തിങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ഓൻ വേഗം സലാം തന്ന് ഉമ്മയൊക്കെ തന്ന് ഓടിപ്പോയി. അപ്പോൾ അതിന് എൻ്റെ വാന് വന്നും ചെയ്ത്. അങ്ങനെ ഓൻ പോയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ മുറ്റടിക്കാനൊക്കെ നിന്നത്. അപ്പോൾ അതിന് വെയിലൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാനൊന്നും അല്ല ഈ പണികളൊന്നും ചെയ്യൽ, എൻ്റെ ഉമ്മാക്കൊന്നും സുഖമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടി വന്നു. ഈ നോമ്പ് നോറ്റ് വെയിലൊന്നും കൊള്ളാനുള്ള ശേഷി എനിക്കില്ല കേട്ടോ. പൊതുവേ എനിക്ക് പുറത്തത്തെ പണികൾ വലിയ താല്പര്യമില്ല, പിന്നെ നമ്മൾ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ വേഗം തീർത്തിട്ട് പിന്നെ ഞാൻ അടുത്ത പണിക്ക് നിന്നു കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലേക്കുള്ള ഇഫ്താറിനുള്ള സ്നാക്സ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വലിയൊരു ടാസ്ക് ഏറ്റെടുത്തതാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ടെൻഷനും ഉണ്ട്. ഇഫ്താറിൻ്റെ ടൈം ആകുമ്പോഴത്തേനും ഇതൊക്കെ ആവൂലേ എന്നുള്ള ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഒന്നും വേണ്ട, ഒരു 35 വീതം 2 ഐറ്റംസ്, സമൂസയോ കട്ട്ലറ്റോ മുട്ട ബജിയോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇന്ന് ഞാൻ സമൂസയും കട്ട്ലറ്റും ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ ആക്കിയിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത പണി കുഞ്ഞുമണി ഉറങ്ങുമായിരുന്നു. കുഞ്ഞുമണി എണീക്കുന്നതിന് പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കണം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാന്.
ആദ്യം ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാലുള്ളൂ കേട്ടോ, പിന്നെ എനിക്ക് പണിയെടുക്കാനൊക്കെ ഒരു മൂഡ് വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് പച്ചമുളകൊക്കെ ഫ്രിഡ്ജിലാക്കി വെച്ച് പിന്നെ മുട്ടയൊക്കെ ഒന്ന് മാറ്റി വെച്ച് അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമുള്ളൂ. പിന്നെ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള ഉള്ളിയും പൊട്ടാറ്റോസൊക്കെ ഒന്ന് മാറ്റി വെച്ച്, സത്യം പറഞ്ഞാൽ എത്ര ഉള്ളി വേണം എത്ര പൊട്ടാറ്റോ വേണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ഏകദേശം ഒരു ധാരണ വെച്ചിട്ടാണ് ചെയ്യൽ തുടങ്ങിയതാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്കൊരു കണക്ക് കിട്ടൂലല്ലോ, പിന്നല്ലേ നമുക്കിങ്ങനെ റെഡി ആയി വരുള്ളൂ. അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ചെയ്ത്, ഇനി വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. എൻ്റെ പൊന്നെ, ഉള്ളി തൊലിച്ചപ്പോൾ തന്നെ കണ്ണിന്ന് നിൽക്കാതെ വെള്ളം വരിയിരുന്നു. അപ്പോൾ അതിന് എൻ്റെ കുഞ്ഞുമണി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓള് പിന്നെ മാഷാ അല്ലാഹ് ഓളെ കണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓൾ ഉണർന്നെന്ന് വിചാരിച്ച് കരയേ അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. അവിടെ ഇങ്ങനെ ഉണർന്ന് കിടക്കുന്നുണ്ടാവും. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഭയങ്കര ചിരിയൊക്കെയാണ്. പിന്നെ എന്നെ കണ്ടപ്പോഴുള്ള സന്തോഷത്തിൽ എന്തൊക്കെയോ എന്നോട് പറയാണ് കേട്ടോ. പിന്നെ ബാക്കി പരിപാടികളൊക്കെ പിന്നെ എൻ്റെ കുഞ്ഞുമണി ഉറങ്ങിയതിന് ശേഷം നടക്കുള്ളൂ. പിന്നെ ഞാൻ വേഗം ഓളെ എണ്ണ വെപ്പിക്കാനും കുളിപ്പിക്കാനൊക്കെ നിന്നു കേട്ടോ. ഇവൾക്ക് ഞാൻ മഞ്ഞളെണ്ണയാണ് കേട്ടോ തേക്കൽ. സാധാരണ ഈ പ്രായം കുട്ടിയൊക്കെ മഞ്ഞളെണ്ണ തേക്കരുത് എന്നൊക്കെ പറയലൊക്കെ ഉണ്ട്, പക്ഷെ ഇവൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്നും തേക്കൂല, ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ മഞ്ഞളെണ്ണ തേച്ച് കൊടുക്കും. ഞങ്ങൾ വേഗം കുളിച്ച് ചുന്നിരായി വരാം കേട്ടോ. അപ്പോൾ ഓളെ വേഗം ഞാൻ കുളിപ്പിച്ച് ഉറക്കിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കി പണികളൊന്നും നടക്കൂല. 5 മണിയാകുമ്പോഴത്തേന് സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊടുക്കണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ടെൻഷനാണ്, 5 മണിയാകുമ്പോഴത്തേന് ആവൂലേ എന്നുള്ള. വേഗം ഞാൻ ഉള്ളി അരിയാനും മസാല ഉണ്ടാക്കാനൊക്കെ നിന്ന്. എനിക്ക് പിന്നെ അങ്ങനെയാണ് കേട്ടോ, ഞാൻ പിന്നെ എന്തെങ്കിലും പണി ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അത് തീരുന്ന വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഞാൻ വേഗം കുളിക്കാനൊക്കെ നിന്നിട്ടോ. ഇത് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞുമണി ഒന്ന് ഉണരും, പിന്നെ ഞാൻ ഒക്കെ പോയി പാലെടുക്കും, ഉറക്കും, പിന്നെയും ഞാൻ വരും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പൊരിച്ചതൊക്കെ പിന്നെ ഉമ്മയാണ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോഴൊന്നും തീരൂലായിരുന്നു. പിന്നെ ഞാൻ വേഗം നിസ്കരിച്ചൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ സിയു സ്കൂളിട്ടൊക്കെ വന്നിട്ടുണ്ട്. ആ തിരക്കിട്ട പണിയിലായിരുന്നു കേട്ടോ അവന് സ്കൂളിട്ടൊക്കെ വന്നത്. പിന്നെ സ്കൂളത്തെ കഥകളൊന്നും അപ്പം പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് സ്കൂളത്തെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ഇന്നോൻ അറബി ആയിരുന്നു കേട്ടോ എക്സാം. അപ്പോൾ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും എനിക്ക് ചോദിക്കാൻ കൂടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എക്സാം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ കുറച്ച് നേരം ഇക്കാക്കാനും കുഞ്ഞുമണിൻ്റെയും ടൈമാണ് കേട്ടോ. കുഞ്ഞുമണി ഇതുവരെ ഉറങ്ങി നീറ്റിയാണ്ട് പിന്നെ ഇങ്ങനെ ഓളെ കളിപ്പിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇഫ്താറിൻ്റെ ടൈമിൽ ജ്യൂസും സ്നാക്സും മാത്രം കഴിച്ച് നോമ്പ് തുറന്നതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത് ഇപ്പോഴാണ്, തറാവീഹൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് അപ്പുറത്ത് സിയു പഠിക്കുന്നുണ്ടായിരുന്നു. ഓന് ഇനി മൺഡേ എക്സാം ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിക്കാൻ പറഞ്ഞതായിരുന്നു. ഓന് മലയാളമാണ് കേട്ടോ കുറച്ച് ടഫ്. മലയാളം ആകുമ്പോൾ പിന്നെ ഓനെ ഇരുത്തി പഠിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ഉറക്കം വരും, കുറേ വിശക്കും, കുറേ ദാഹിക്കും, അതൊക്കെ ചെയ്യും കേട്ടോ. അതൊന്നും നമ്മൾ മൈൻഡാക്കരുത്, മൈൻഡാക്കാതെ ഇരുത്തി പഠിപ്പിക്കണം, എന്നാലേ പഠിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര മടിയാണ്, മലയാളം പ്രത്യേകിച്ചും മടിയാണ് പഠിക്കാൻ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുമണിനെ കുറച്ച് നേരം കളിപ്പിച്ച് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. കുഞ്ഞുമണിയാണെങ്കിൽ നല്ല കളിയിലാണ് കേട്ടോ. അവൾ ഇതുവരെ ഉറങ്ങിയിരുന്നു, അപ്പോൾ അവൾ ഉറക്കൊക്കെ ഉണർന്ന് നല്ല കളിയിലാണ്. ഇനി അവളെ കളിപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവളെ ഉറക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസം ഇങ്ങനെ റാഹത്തായി പോയി. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളെ എല്ലാവിധ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.